മാള പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ 16 ഭൂരഹിതർക്കുള്ള ഭൂമി കൈമാറ്റ രേഖകൾ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ മാഷ് ഏറെ മനസ്സിന്റെ ആഴത്തിലേക്കുള്ള ആ പരിവർത്തനം നമ്മളെ എല്ലാവർക്കും അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾക്കറിയാം, നമ്മുടെ സ്ഥലം വലുതാവുന്നില്ല, ജനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തിങ്ങിപ്പറക്കുന്ന ഏരിയകളിലേക്ക് വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിന് 4 സെന്റ് വീതം അവർക്ക് ഭൂമി ഇന്ന് 16 പേർക്കുള്ള രേഖകളാണ് ഇവിടെ കൈമാറിയത്. ഇനി അവർക്ക് ഒരു വീടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വീടും അതേപോലെ അസുഖമായും ഭക്ഷണമില്ലാതെയും ജോലിയില്ലാതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ സ്ഥലവും വീടും കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നും അത് നമുക്ക് ഇനിയും ആളുകളുണ്ട് എത്താൻ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് 4 സെന്റ് സ്ഥലം വീഴുന്നവർക്ക് രേഖയോടടക്കം കൊടുത്തുകൊണ്ട് വീട് വയ്ക്കുന്നതിന് സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാമെന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി വീടുകൾ 1200-ലധികം വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു പീപ്പിൾ ഫൗണ്ടേഷന്. അതേപോലെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ഇവരെ കൂട്ടമായിക്കൊണ്ട് ഐക്യകണ്ഠേന. ജമായത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എ ഷമീർ സജാദ് ഭൂമിരേഖ കൈമാറ്റം നടത്തി. ഡയറക്ടർ ഇസ്മായിൽ ടി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ഫസൽ കാദിക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സിന്ധു അശോക്, കേരള ദലിത് ആദിവാസി ലോയേഴ്സ് ഫോറം സംസ്ഥാന കോർഡിനേറ്റർ സി കെ രാധാകൃഷ്ണൻ, മാരേക്കാട് മഹൽ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടമുഖത്ത്, മാള IST ചെയർമാൻ ടി എം ഇർസാദുർ റഹ്മാൻ, വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി സയ്യിദ മുഹമ്മദ് അലി, കെ എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു.